സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം ദൈവത്തിലായിരിക്കണം. സങ്കീർത്തനക്കാരന്റെ ഭാഷ്യമായിരിക്കണം നമുക്കും പറയാനുള്ളത്. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോല. സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്, ബലം ദൈവത്തിനുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, പരമഭക്തനുമാണ് സമ്പന്നനുമാണ്. ഇനി ഇയ്യോബിന്റെ വേറൊരു വിശേഷത ഓർപ്പിച്ചാൽ 7 പുത്രന്മാരും 3 പുത്രിമാരും. ഇനി വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ, അങ്ങനെ ഒരു പദമുണ്ട്, വിരുന്ന നാളുകൾ, അങ്ങനല്ലേ? ആ പദം ഒന്ന് വായിച്ചേ. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ചു പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ, എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ, വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ അതിന് വേദപഠിതാക്കൾ ചെല്ലി പറയുന്നത് ഈ പിള്ളേരുടെ ജനന ദിവസം എന്നാ നമ്മൾ പറയല്ലേ, ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേക്ക് ഇയ്യോബ് മുഴുത്ത കേക്ക് കൊണ്ടുവന്ന് മുറിക്ക് വന്നാന്നോ? അങ്ങനെയാണോ? പറ. അല്ല, ഇപ്പൊ നിങ്ങൾ പറയാം അന്ന് കേക്ക് ഇല്ലായിരുന്നു പാസ്റ്ററെ. നിങ്ങൾ അതിനപ്പുറം പറയുമെന്ന് എനിക്കറിയാം. പിള്ളേരുടെ ഈ ദിവസം, ജനനാള്, വിരുന്ന നാളുകൾ, അന്ന് ബലൂൺ വീർപ്പിച്ച് വീടിൽ തൂക്കുമെന്നല്ല. ആപ്പിളിൻ്റെ ബലൂണും നീളമുള്ളതും പിന്നെ തോരണം അല്ലേ? യോബ് പിള്ളേർക്കെല്ലാം പുതിയ ഉടുപ്പ് മേടിച്ച് കൊടുത്തേച്ച്, മുഴുത്തൊരു കേക്ക് മേടിച്ച്, ബലൂണും വീർപ്പിച്ച്, പാസ്റ്ററെ അമ്മാമ്മയും കൂടെ മാത്രം ഒന്ന് വിളിച്ച് സേമിയ പായസം ഉണ്ടാക്കി, പാസ്റ്റർക്ക് 2 കപ്പ്, ഷുഗർ ആണെങ്കിലും കുടിച്ചോ, പിന്നെ ഈ ആഴ്ച ഇനി വേറെ ഒന്നും കുടിക്കണ്ടെന്നേ. ഇതൊക്കെ അല്ലേ ഇപ്പം പെന്തിക്കോസുകാർ പലരും ചെയ്യുന്നത്. സ്തോത്രം. യോബ് അങ്ങനത്തെ ആഘോഷമല്ല. അവിടെ ശാന്തമായിട്ടൊന്ന് പഠിച്ചാൽ ഈ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ യോബ് യാഗം കഴിക്കുമെന്ന എന്ന് പറഞ്ഞാൽ, ആമേ, പിള്ളേരുടെ ജനന ദിവസം വരുമ്പോൾ, അല്ലെങ്കിൽ പിള്ളേര് ജനിച്ച ആ ദിവസം വരുമ്പോൾ ബലൂണും വീർപ്പിച്ച് പായസം ഉണ്ടാക്കി കേക്ക് മുറിച്ച് ആഘോഷം നടത്തുന്നല്ല, കുഞ്ഞുങ്ങളുമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തെ ആരാധിക്കുമെന്ന്. ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവം തരുന്നതാണ്. അപ്പം എൻ്റെ അഭിപ്രായം, വചനത്തെ കൂട്ടുപിടിച്ച ബർത്ത്ഡേ വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ വിളിച്ച് ദൈവസന്നിധി ഇരുത്തി പ്രാർത്ഥിച്ച് പാട്ടുപാടി ആത്മാവിൽ നിറയണം. എന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ, അനേകര് തലമുറയില്ലാതെ ഭാരപ്പെടുക. അപ്പോൾ ദൈവം നമുക്ക് തലമുറയെ തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യണം. അനേക തലമുറകൾ കുഞ്ഞിലെ മാറ്റപ്പെട്ടു. അഗാധമായ ദുഃഖമുള്ള മാതാപിതാക്കളുണ്ട്. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. എന്നാൽ അനേക കുഞ്ഞുങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ ദൈവം ആയുസ് കൊടുത്തു. 1 വയസ്സുകൂടെ പ്രവേശിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. നന്ദിയോടെ സ്തോത്രം ചെയ്തോണം. സ്തോത്രം. അല്ലാതെ കൊച്ചിൻ്റെ കണ്ണ് വെഴുതി പൊട്ടും തൊട്ട് ഒരു മുത്തുമാലയും മേടിച്ചിട്ട് ഒരു ജിമിക്കിയും അതും കാതും തുളച്ച് അത് വിട്ട്, സ്തോത്രം, മുടിയുടെ ഇവിടെ നിന്ന് 2 സ്പ്രിങ് വിട്ട് 2 ഫോട്ടോയും അവളെ കൊണ്ടിടിപ്പിച്ച് 12 വയസ്സുള്ള കൊച്ച ബെറ്റിക്കോട്ട് മാത്രം ഇട്ട്, അവിടെ പേര് കെസിയ, കേക്കിൻ്റെ മേളിൽ എഴുതി വെച്ച, അതും മധുരമുള്ളത് കൊണ്ടായിരുന്നു അല്ലേ? കെസിയ. കെസിയയുടെ സ്പെല്ലിംഗ് എന്നാ? KEZIY. അതുകൊണ്ട് എഴുതി 12 മെഴുകുതിരി. സ്തോത്രം. അല്ലെ, നിങ്ങൾ ചെയ്തെന്നല്ല, കുണം പിടിക്കാത്ത കുറേ പെന്തിക്കോസുകാരിപ്പോൾ ചെയ്യുന്നുണ്ട്. കുണം വരാത്ത കുറേ എണ്ണം ഉണ്ട്. പിന്നെ ഇന്നാളെ ഒരു വീട്ടിൽ അവർ ഈ നമ്മൾ ഈ സോപ്പ് പത പോലെ ഇങ്ങനെ ഞെക്കുമ്പം അതിനെന്നാ പറയുന്നത്, എന്തോ മോനെ അതിന് പറയുന്നത്, നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ സോപ്പ് പത പോലെ എന്തുവാണ്? സ്നോയോ? അതാണോ അതിൻ്റെ പേര്? പെന്തിക്കോസ. ഇങ്ങനെയുള്ളതിനെ ഒന്നും സഭയെ കയറ്റരുത്, ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ.
അണ്ട മെയിൻ റോഡൊക്കെ കൂടെ പറഞ്ഞങ്ങ് വിട്ടേക്കണം. ഇതിനകത്ത് വന്നിരുന്ന് അച്ചരി പുച്ചരി പറഞ്ഞ ഇവിടെ കിടന്ന് തുള്ളരുത്. വണ്ടിക്കൂലി ഇല്ലെങ്കിൽ ഞാൻ തരാം, വണ്ടിക്കൂലിയും കൊടുത്താൽ ചേരെ പൊക്കോളാൻ പറഞ്ഞു. എവിടെയോട്ടെങ്കിലും പൊക്കോണം. ഹൈവേ കയറി വെച്ച് നേരെ നടന്നോ, അങ്ങ് കന്യാകുമാരിക്ക് പോകാം, എവിടെയെങ്കിലും പോകും. ഇതിനകത്ത് വന്ന് മെനക്കെടുപ്പിക്കരുത്. ദൈവത്തെ സേവിക്കുന്നെങ്കിൽ നേരിന് ചൊവ്വിനെ സേവിച്ചോണം. ജീവിക്കുകയാണെങ്കിൽ ചൊവ്വിനെ ജീവിക്കണം. പാപം ചെയ്യാൻ വൃത്തിയായിട്ട് പാപം ചെയ്തിച്ച് നരകത്തിൽ പൊക്കോണം. ഇത് പാപം ചെയ്യാനൊക്കുന്നുണ്ടോ? അതുമില്ല. ചൊവ്വിനെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? എന്തിനിങ്ങനെ കിടന്ന്? സ്തോത്രം ഇല്ലേ? അതല്ലേ എൻ്റെ ശരി. പ്രവാചകൻ അങ്ങനെ പറയും, നിങ്ങൾ എത്രത്തോളം ഇരുതോണി കാല് വെക്കും? ബാലദൈവമാണ് അവനെ സേവിക്ക്. അതല്ല, യഹോവ ദൈവമാണ് അവിടുത്തെ സേവിക്ക്. പ്രവാചകൻ പറഞ്ഞു, ചട്ടത്തിന്മേ ചട്ടം, സൂത്രത്തിന്മേ സൂത്രം. അവിടെ അല്പം, അത് പാടില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ മെടഞ്ഞിരിക്കുന്നു, അവൻ നമ്മെ ഉണ്ടാക്കി, അവിടുന്ന് മാത്രം ഏക ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ നന്നായിട്ട് ജീവിക്കണം. സ്തോത്രം. കാരണം വിഷമിക്കരുത്. അതിനായി പറയുന്നത്, വിഷമിക്കരുത്. ഒരു സിനിമ തന്നെ കണ്ടാൽ മൊത്തം കാണാൻ പോലും ഒക്കുന്നില്ല. കണ്ടോണ്ടിരിക്കുമ്പോൾ പാസ്റ്റ് കയറി വരുന്നു. ഉണ്ട പവർ വിഷൻ ഉണ്ടോ? എന്തിനാ ഈ വെള്ളച്ചിലൊക്കെ? എന്തിനിങ്ങനെ ഈ വെള്ളച്ചിൽ കാണിക്കുന്നു? സ്തോത്രം. മൊബൈലിനകത്ത് കാണാൻ പാടില്ലാത്ത കണ്ടത് കണ്ട ഉടനെ ഭാര്യ വരുന്നു, അല്ലെ ഭർത്താവ് വരുന്നു, ഉടനെ തട്ടിയേച്ച് ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം കണ്ട. അത് പറഞ്ഞതിനെന്തിനാ? എൻ്റെ ബൈബിളിൽ ഞാൻ NIV KJV എല്ലാം ഇതിനകത്തുണ്ട്. NIV KJV എല്ലാം എല്ലാ സോങ്ങും. പിന്നെ അതിനകത്ത് വേറെ ഉണ്ട്, സൂസിയുടെ ഫോട്ടോയും ഉണ്ട്, ലില്ലിക്കുട്ടി അതിനകത്തുണ്ട്. ഉൽപ്പത്തി 1 തട്ടിയേച്ച് ഇങ്ങോട്ട് മാറുമ്പം ലില്ലിക്കുട്ടി കയറി വരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലായാൽ മതിയായിരുന്നു. ദൈവത്തിന് മഹത്വം. സകല ഹൃദയ രഹസ്യങ്ങളും അറിയുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആട്ടെ. അപ്പൊ യോബ് വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ അവനവന്റെ ദിവസത്തിൽ ഒന്നിച്ചൊരു വീട്ടിൽ കൂടും. അങ്ങനല്ലേ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ പെൺപിള്ളേരെ എല്ലാം അയച്ചത് അവരെ എല്ലാം വിളിപ്പിക്കും എന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം കൂടെ ഒരു വീട്ടിൽ ഒന്നിച്ചു കൂടും. അതൊരു നല്ല മാതൃകയാണ്. 10 പേരും കൂടെ ഒന്നിച്ച്, നമ്മൾ 10 പേരുണ്ട്, 12 സഭയല്ല. നമ്മൾ പെന്തിക്കോസുകാരായതുകൊണ്ട് പെന്തിക്കോസ് അങ്ങ് പറയാം. മൂത്ത ചേട്ടൻ ചർച്ച് ഓഫ് ഗോഡ്, രണ്ടാമത്തെ ചേട്ടൻ IPC, മൂന്നാമത്തെ ആൾ ഷാരോനിൽ, നാലാമത്തെ ആൾ അപ്പോസ്തോലിക പെന്തിക്കോസ്, അഞ്ചാമത്തെ ആൾ AG അസംബ്ലീസ് ഓഫ് ഗോഡ്, ആറാമത്തെ ആൾ TP. അത് TPM അള്ള, ഇതൊന്നും പെടുന്നതല്ല. സ്തോത്രം. ഒരെണ്ണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയില്ല. അവിടെ പ്രാർത്ഥന വെച്ചാൽ ഇവിടെ പോവുകയില്ല, ഇവിടെ വെച്ചാൽ അവരും എല്ലാം സ്വർഗത്തിൽ പോകാനിരിക്കുക. നിങ്ങൾ ഈ സ്വർഗമെന്ന് ഉദ്ദേശിക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനമാണെന്നോ? അല്ല, അങ്ങനെ വല്ല ധാരണയുണ്ടോ? സ്വർഗം പുത്തരിക്കണ്ടം മൈതാനത്ത് ആർക്ക് വേണമെങ്കിലും ചെല്ലാമല്ലോ. അല്ല, അങ്ങനെ വല്ല ധാരണ ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. സ്തോത്രം. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ആളെങ്ങനെയാ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? എനിക്ക് മനസ്സിലാകുന്നില്ല. നേർക്ക് നേരെ കാണുന്നതിനോട് മിണ്ടത്തുമില്ല, കയ്യും കൊടുക്കുകയില്ല. എന്നിട്ട് അദൃശ്യനായ ദൈവത്തെ വിളിച്ചിറക്കുക, പ്രവർത്തിച്ചാട്ട കർത്താവേ. നല്ല തല്ല് കിട്ടാത്തത് ദൈവത്തിൻ്റെ കരുണ. ഇല്ലേ, ദൂതം വന്നൊരൊറ്റ അടി അടിച്ചാൽ ഹെരോദാവ് പോയതുപോലെ പോവും. കാണുന്ന സഹോദരനെ സ്നേഹിക്കണ്ടേ? അല്ലേ? അങ്ങനല്ലേ എൻ്റെ മര്യാദ? അതല്ലേ? അപ്പുറത്തുള്ളവരോട് എന്ത് ചെയ്താൽ മിണ്ടുകയല്ല. മതിലും കെട്ടി അടച്ചു, എന്നിട്ട് എത്തിക്കുത്തി കാണുന്നതിന് നെറ്റും അടിച്ചു. ചാടിയാൽ പോലും അവനെ
എന്നിട്ട് അടുക്കള വശത്ത് നിന്ന് പതുക്കെ നോക്കുക അവിടെ ആരാ വന്നെന്ന്. ദൈവം തമ്പുരാൻ ഈ വിളച്ചിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. കാണുന്ന സഹോദരനെ ആദ്യം സ്നേഹിക്കണം. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാനും ഒക്കത്തില്ല, കാണുകയില്ല. അപ്പോൾ ഇയ്യോബിൻ്റെ പിള്ളേർക്ക് ഒരു നല്ല വിശേഷത, പിള്ളേരെല്ലാം കൂടെ ഒരു വീട്ടിൽ ഒന്നിച്ച് കൂടും. അത് നല്ല കാര്യമാണ്. എല്ലാവരും ഒരു വീട്ടിൽ ഒന്നിച്ച് കൂടും. അപ്പോൾ പിള്ളേർ ഒന്നിച്ച് കൂടുമ്പോൾ ഇയ്യോബ് തൻ്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്തോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. കാരണം ഈ പിള്ളേർ പാപം ചെയ്ത് കഴിഞ്ഞാൽ വന്ന് പറയുമോ, അപ്പോൾ ഞാനൊരു പാപം ചെയ്തു, ഒരു കൊച്ചുങ്ങളും പറയുകയല്ല. ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ വല്ലതും ഒക്കെ പറഞ്ഞെന്നായി, വലിയ വലിയ കാര്യമൊന്നും. ഞാൻ ഇന്നലെ 5:30 ആയപ്പോൾ ഒരു പാപം ചെയ്തു കേട്ടോ, ആരും അങ്ങനെ വന്ന്. സ്തോത്രം. പണ്ടൊക്കെ കുമ്പസാരമായി, ഇപ്പം അതും പേടിയായി തീർന്നിരിക്കുക. സ്തോത്രം. കുമ്പസാരിപ്പിച്ച ആളുടെ ചരിത്രം ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. സ്തോത്രം. ആരും തുറന്ന് പറയത്തില്ല. അപ്പം ഇയ്യോബിനറിയാം ഈ പിള്ളേർ വല്ലതും പാപം ചെയ്തൊന്നും തനിക്കറിയത്തില്ല. അതുകൊണ്ട് പിള്ളേർ അഥവാ പാപം ചെയ്താൽ ആ പാപത്തിന് പരിഹാരം വരുവാൻ ഇയ്യോബ് പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് ഹോമയാഗം കഴിക്കുമെന്ന ആ വാക്യം ഒന്നുകൂടെ വായിച്ച 5-ാം വാക്യം. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് അതരം കൊണ്ട് ദൈവത്തെ വിളിക്കാം. അതരം കൊണ്ട് വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി, അതൊക്കെ പറയാം. ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുത്ത് നിൽക്കണം. അതരം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പക്ഷേ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നെന്ന. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തന്റെ പിള്ളേരെങ്ങാനും ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ചു പോയി എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ എണ്ണത്തിനൊത്ത് ഹോമയാഗങ്ങളെ കഴിക്കും. അതാ ഇയ്യോബിന്റെ മാതൃക. സ്തോത്രം. പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടിയച്ച് എണ്ണത്തിനൊത്ത് സംഖ്യക്കൊത്ത് ഹോമയാഗം കഴിക്കും എന്ന് പറഞ്ഞാൽ ഇയ്യോബ് സമ്പൽ സമൃദ്ധിയിലാ ജീവിക്കുന്നെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നവനാണ്. ആരാധനയ്ക്ക് ഒരു തടസ്സവും വന്നിട്ടില്ല. നമുക്കല്പം ചുറ്റുപാടുണ്ട്, പിന്നെ ആരാധനയ്ക്ക് പോവുകയല്ല. സ്തോത്രം. നമ്മൾ ചോദിക്കല് ഇന്ന് തന്നെ സഭായത്തിന് പറഞ്ഞ് അതെ വണ്ടി സ്റ്റാർട്ടായില്ല, അപ്പോൾ വണ്ടി തന്നതാ നിനക്ക് കുഴപ്പടിയായത്. എന്നെ അമ്മാമ്മ ഇന്നലെ യോഗത്തിന് പറഞ്ഞ് വീട്ടിലാരും ഇല്ലായിരുന്നു, വീട് ഇട്ടേച്ച് എല്ലാവരും കൂടെ, അപ്പം നല്ലൊരു വീട് തന്നതാ. ഇപ്പം കുഴപ്പം. സ്തോത്രം. സ്തോത്രം. ബാങ്കിൽ പോകണമായിരുന്നു, അപ്പം ബാങ്കിൽ ഇച്ചിരി പൈസ വന്നതാ. ഇപ്പം പുതിയ നിയമമൊക്കെ കൊണ്ടുവരികയല്ലേ, പെണ്ണുങ്ങൾക്കെല്ലാം പൈസ കൊടുക്കുക എന്ന് പറഞ്ഞ് വീട്ടു ജോലി ചെയ്യുന്നതിന്. എവിടെയാണോ നിയമമാണോ പിന്നെ കമലഹാസൻ ആരാണ്ട പറഞ്ഞു, പേപ്പർ വായിച്ചതാ, അറിഞ്ഞില്ലേ? യോടി അറിഞ്ഞില്ലേ? നിങ്ങൾ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് വീട്ടമ്മമാർക്കല്ല. അപ്പം അതിൽ വിവരമുള്ള സ്ത്രീകൾ പറഞ്ഞത് ഇത് ശമ്പളത്തിൻ്റെ ജോലിയല്ല, വീട്ടമ്മയുടെ കർത്തവ്യമാണ്. ഭർത്താവിനെ ശുശ്രൂഷിക്കുക, മക്കളെ സംരക്ഷിക്കുക, വീട്ടിൽ ആഹാരം ഉണ്ടാക്കുക, അതൊരു നല്ല വീട്ടമ്മയുടെ കർത്തവ്യമാണ്. അതെ. സ്തോത്രം. അതിനിപ്പോൾ ശമ്പളം എന്നാലും പെണ്ണുങ്ങളൊക്കെ പല അഭിപ്രായം പറഞ്ഞത്, ആട്ടെ 10 പൈസ കയ്യിലിരിക്കുമല്ലോ, എപ്പോഴെപ്പോൾ അച്ചായനോട് ചാർജ് ചെയ്യുന്നു. ഏതാ മൊബൈൽ. കാരണം ഇവർക്ക് ഒത്തിരി പേരെ വിളിക്കുന്നുണ്ട്, പാതിരാത്രിക്കും 10 വെളുപ്പിനും എല്ലാവരെയും അങ്ങ്
കുത്തിയിരുന്ന് വിളിക്കുക. അപ്പോൾ ചാർജ് ചെയ്യണ്ടേ? ഒന്നും അറിയാൻ മേല ആർക്കും. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ സ്തോത്രം. ഒരു നല്ല വീട്ടമ്മയുടെ കർത്തവ്യമാണ് ഭർത്താവിനെ ശുശ്രൂഷിക്കുക, മക്കളെ വളർത്തുക. അതിന് ശമ്പളമൊന്നും പറ്റിയിട്ടില്ല. ഇതിനൊക്കെ ദൈവമാണ് പ്രതിഫലം തരുന്നത്. അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുമെന്ന, ശമ്പളം മേടിക്കുമെന്നല്ല. അങ്ങനെയാണോ പുസ്തകത്തിൽ? അവൾ മക്കളെ പ്രസവിച്ച് ശമ്പളം മേടിക്കും, അങ്ങനെയാണോ? പിന്നെ ആട്ടെ, നമ്മുടെ വിഷയമൊന്നും അതല്ലല്ലോ. എങ്കിലും വന്ന വഴിക്ക് കണ്ടതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ആട്ടെ, ഇവിടെ യോബ് സമ്പൽ സമൃദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്നവനാ. ഹോമയാഗം കഴിക്കും, ഹോമയാഗം. അങ്ങനെ യോബ് പരമഭക്തനായിട്ട് ജീവിക്കുക. സമ്പത്തിൻ്റെ അഹങ്കാരമൊന്നും തനിക്കില്ല. മക്കളുള്ളതിൻ്റെ ഹുങ്കൊന്നും പുള്ളിക്കില്ല. ആടുപാടുകളും പേറുപിറപ്പും ഉള്ളതിൻ്റെ ആ തണ്ടൊന്നും പ്രതാപമൊന്നും പുള്ളിക്കില്ല. ഈ സന്ദർഭത്തിലും ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ, ദൈവത്തെ ആമേ സ്തുതിക്കുന്ന പരമഭക്തനായി യോബ്. അത് അങ്ങനെ യോബ് പരമഭക്തനായിട്ട് ജീവിച്ചു വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാം ഭാഗം, ഒരിക്കൽ ദൈവപുത്രന്മാരെല്ലാം യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ആ കൂട്ടത്തിൽ ആര് ചെന്നു? സാത്താനും ചെന്നു ദൈവസന്നിധിയിൽ. പിശാചിന് ഇപ്പോഴും സ്വർഗത്തിൽ ചെല്ല. ഇപ്പോഴും നമ്മൾ ഓർക്കുന്ന സ്വർഗത്തിൽ നിന്നെല്ലാം വിട്ടെന്ന്, ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് വിട്ടിട്ടൊന്നുമില്ല. ഇപ്പോഴും പിശാച് ഇപ്പോഴും പിന്നെ സ്വർഗത്തിൽ ചെല്ലും പിശാച്. സ്തോത്രം. ഇപ്പോഴും പിശാച് സ്വർഗത്തിൽ ചെല്ലും. നമ്മളോർക്കാൻ നമ്മുടെ ഓളിനകത്ത് മാത്രം. എൻ്റെ ഭാഷ ഞങ്ങളുടെ വീട് മുഴുവൻ പിശാചിൻ്റെ കേന്ദ്രമാണ്. സ്വർഗത്തിൽ വരാ പിശാച് ചെല്ലുന്നത്. ആണെന്ന് ഹെഡ് ഓഫീസിൽ പിശാച് ചെല്ലുകയല്ലേ, അവിടെ കൂടുതൽ വലിയ പുള്ളി. അവിടെ പിശാച് ഇപ്പോഴും സ്വർഗത്തിൽ ചെല്ലുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. എപ്പോഴാണ് ഇവിടുന്ന് മാറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇനി സ്വർഗത്തിലൊരു യുദ്ധം ഉണ്ടാകും. ആ യുദ്ധം ഉണ്ടായി കഴിയുമ്പോൾ പിശാചിനെ അവൻ്റെ സൈന്യത്തെയും എടുത്ത് വായിച്ച് വാക്യം വായിച്ച്. വെളിപ്പാട് അത് തന്നെ വായിര്. അതിന് തന്നെ സ്വർഗത്തിലൊരു യുദ്ധം ഉണ്ടായി. വായിര് എവിടാന്നോ? ആട്ടെ, വെളിപ്പാടിലാന്ന് മനസ്സിലായല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. ആ വാക്യം വായിര്. അതാ ആ വാക്യം 12 എത്രയാ? 7. വായിര്. ഒന്നുകൂടെ വായിച്ച ഉറക്കെ വായിര്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. അപ്പം വീട്ടിലും സഭയിലും മാത്രമല്ല യുദ്ധം നടക്കുന്നത്, പിന്നെ എവിടാ? സ്വർഗത്തിൽ വരാ യുദ്ധം. അതുകൊണ്ടാണ് പറഞ്ഞ സ്വർഗം പോലും നിർമ്മലമല്ലെന്ന്. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ജയിച്ചില്ല. പിന്നെ സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ. അപ്പൊ ഇത് നടക്കുന്നത് വരെ പിശാചിന് സ്വർഗത്തിൽ ഇപ്പൊ ചെല്ല. ഇത് വെളിപ്പാട് 12:7 നടക്കുന്നത്. ഇപ്പം വെളിപ്പാട് 4 പോലും തുടങ്ങിയിട്ടില്ല. മനസ്സിലായില്ല? 4 കഴിഞ്ഞെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരുത്തന്നെ നാളെ പറഞ്ഞു ഇപ്പം 1000 ആണ്ട് വാഴ്ചയാന്ന്. അപ്പം വേറൊരുത്ത പറഞ്ഞു ഒറ്റ അടി ചെവിക്കലിന് കൊടുക്കണം.
വേദന നിൽക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ച തമ്മിൽ തല്ലില്ലല്ലോ. അല്ല, നെഞ്ചത്തോട്ടൊരു പാമ്പിനെ ഇട്ടേക്കണം. പാമ്പ് കടിക്കാന്ന് ഓർത്തോണം 1000 ആണ്ട് വാഴ്ച അല്ല. സർപ്പത്തിൻ്റെ പൊത്തിക്കൊണ്ട് കൈയിട്ട അല്ല, പുള്ളിപ്പുലി ചെന്നായും അങ്ങനല്ലേ. അപ്പോൾ ഇത് 1000 ആണ്ട് വാഴ്ച അല്ല. അപ്പം വെളിപ്പാട് 4-ാം അധ്യായം പോലും ആരംഭിച്ചിട്ടില്ല. അവിടെ അല്ലയോ സഭ എടുക്കപ്പെടുന്നത്. എന്തായാലും ഈ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ് സ്വർഗത്തിൽ യുദ്ധം നടക്കുക. മീഖായേലും മഹാസർപ്പവും ഒക്കെ ആയിട്ട് യുദ്ധം നടക്കുക. ആ യുദ്ധത്തിൽ ഈ പിശാചിനെ പിടിച്ച് താഴോട്ടിടും. പിന്നെ അവൻ്റെ സ്ഥലം സ്വർഗത്തിൽ കണ്ടില്ല. അപ്പം അതുവരെ പിശാച് സ്വർഗത്തിൽ ഇപ്പം പോവും. സ്തോത്രം. അതാണ് ദൈവപുത്രന്മാർ ദൈവസനെ നിൽക്കാൻ ചെന്നു. ആ കൂട്ടത്തിൽ സാത്താനും ചെന്നു. അപ്പോൾ ഈ സാത്താൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്തയാ, ചില വാക്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. അന്നത്തെ സബ്ജക്റ്റ് ഈയോബ് എന്നുള്ള വിഷയമാണ്. ഈ സ്വർഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് സഭ കൂടും. സഭ കൂടി ഓരോ വിഷയം ചർച്ച ചെയ്യും. സ്വർഗത്തിലേ സഭ കൂടും. സഭ കൂടിയിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യും. നമ്മളിവിടെ കൂടുന്നത് പോലെ അവിടെ കൂടും. കൂടി വെച്ച് വിഷയങ്ങൾ പറയും. അതിനൊരു തെളിവാണ് ബാബേൽ ഗോപുരം പണിയാൻ നേരത്ത് സ്വർഗത്തിൽ സഭ കൂടി വെച്ച് പറഞ്ഞു, വരുവിൻ നാം ഇറങ്ങിച്ചെന്നവരുടെ ഭാഷ കലക്കണം. സഭ കൂടി തീരുമാനിച്ചതാണ്. ജനം ഒന്ന് ഭാഷ ഒന്ന് പണിയല്ല അയക്കും. അപ്പോൾ ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ ഇങ്ങനെ സഭ കൂടും. സ്തോത്രം. ആഗാബ് ശമരിയിൽ രാമോത്തിൽ പട്ടുപോകാൻ സഭ കൂടി. അവനെ എങ്ങനെ വശീകരിക്കുമെന്ന് ചോദിച്ചു. ഒരുത്തൻ ഇങ്ങനെയും പറഞ്ഞപ്പോൾ ഒരേ ആത്മാവ് എന്ന് പറഞ്ഞു, ഞാൻ വശീകരിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു. അവൻ്റെ പ്രവാചകന്മാരുടെ വായി ഞാൻ പോഷ്കിനെ കയറ്റിവിടും. കാര്യം നടക്കും, നീ പെട്ടെന്ന് പോച്ച് വരാൻ പറഞ്ഞു. ഷാജി വന്ന് കയറി, പോഷ്കിൻ്റെ ആത്മാവ് കയറി. ഉള്ള പ്രവാചകന്മാർ മുഴുവൻ പോഷ്ക്ക് അല്ലേ. 2020 ഭയങ്കര വിടുതലാന്ന്. വെളിയിൽ പോലും ഇറങ്ങാൻ മേല അല്ലേ. അതാ പ്രവാചകന്മാർ എത്ര എണ്ണാ പറഞ്ഞേ അല്ലേ. 2020 നിൻ്റെ കല്യാണം നടക്കും. 20 പേർക്ക് പോലും കൂടാൻ. സ്തോത്രം. ഉള്ള പോഷ്ക്കെല്ലാം പെണ്ണുങ്ങളെല്ലാം തുള്ളി തുള്ളി പദം വന്നത് കേട്ട്. ഇനി ഇറങ്ങും 2021 ചില വിടുതലുകൾ. ചുമ്മാ കിടന്ന് ചാടരുത്. പുതിയത് വന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം കിടക്കട്ടെ. ഇവിടെ കിടന്ന് അയ്യോ പത്തോന്നും പറഞ്ഞു കിടന്ന് ഊവുകയും അലയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. ഗ്ലോറി വിറ്ററി കാൽവറി എന്നും പറഞ്ഞ് വേണേൽ ഉപവാസപ്രാർത്ഥനയിലൊക്കെ വന്ന് നിങ്ങളെ ഇളക്കാനാ. ചുമ്മാ ഇരിക്കുന്നതിനെല്ലാം എന്നിട്ട് പറയും ഭയങ്കര അന്തരീക്ഷമായിരുന്നു. മര്യാദയ്ക്ക് ഇരുന്നോണം. ഇത് പ്രശ്നങ്ങൾ വഷളാകുന്നതല്ലാതെ ശാന്തമാകത്തില്ലെന്ന് ആ പുസ്തകം പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നടുവിൽ ദൈവജനങ്ങൾ പ്രാർത്ഥിക്കണം നിലനിൽക്കാനുള്ള ദൈവകൃപയ്ക്ക്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും കടന്നു വരുമ്പോൾ വിശ്വാസം തള്ളിക്കളയാതെ, പ്രത്യാശ കൈവിട്ടു പോകാതെ, വിശ്വാസത്തിന് ചോർച്ച സംഭവിക്കാതെ, വിശ്വാസത്യാഗം സംഭവിക്കാതെ, പിടിച്ച വിശ്വാസത്തിൽ അന്ത്യം വരെ നിൽക്കുവാനും കർത്താവിൻ്റെ വരവാണെങ്കിൽ കൈവിടപ്പെട്ടു പോകാതെ എടുത്തു കൊള്ളപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ. ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ. നാൾ തോറുമെനി ആശ്വാസമായി തീർന്നിടണേ. നാൾ തോറുമെനി ആശ്വാസമായി തീർന്നിടണേ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. എത്ര
ലോകത്തിൽ ജീവിക്കുന്ന. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത പ്രവചനമെല്ലാം കേട്ട് ഇളകരുത്. ചിലവര് 2020 അനുഗ്രഹത്തിന്റെ വർഷമാണ്, മിണ്ടാൻ പോലും മേല. ചില പ്രവാചകന്മാരാ ഇതുവരെ കാണാത്ത ചില, അത് സത്യവാ, നമ്മളിതുവരെയും കണ്ടിട്ടില്ല. ഇങ്ങനെ മൂടിക്കെട്ടി നടക്കുക. ഇന്ന് വരെ നമ്മൾ ചെയ്തിട്ടില്ല. എപ്പോഴും അല്ലേ? ഇതുവരെയും കണ്ടിട്ടില്ല ഒരൊറ്റ വീട്ടിൽ പോലും സാനിറ്റൈസർ വാതുക്കെ വെക്കുന്നത്. ഇപ്പം അല്ല നമ്മൾ ഇതുവരെ കാണാത്ത. അതെ അത് ശരിയാ അല്ലേ? ഇനി ഇറങ്ങും. ഇപ്പം എല്ലാം ഏതാണ്ടൊക്കെ കുരുക്കൊപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. പുതിയതുമായിട്ട് ഇനി ഇറങ്ങും. ഇതൊന്നും കണ്ട് ഇളകരുത്. സ്തോത്രം. പോഷ്കിൻ്റെ ആത്മാവാ. സ്തോത്രം. അതെ, ഈ സഭ ഇടയ്ക്കിടയ്ക്ക് കൂടും. അപ്പൊ സഭ ഇടയ്ക്കിടയ്ക്ക് കൂടുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇതുപോലെ ദൈവപുത്രന്മാരെല്ലാം ദൈവസന്നിധിക്കാൻ ചെന്നു, ആ കൂട്ടത്തിൽ സാത്താനും ചെന്നു. അപ്പൊ അന്ന് സഭ കൂടിയപ്പോൾ ആ ഭാഗം ചേർത്ത് പഠിച്ച അന്നത്തെ സബ്ജക്റ്റ് ഇയ്യോബ് എന്നുള്ള വിഷയമാണ്. ദൈവസഭ സ്വർഗത്തിൽ കൂടിയപ്പോൾ ഇയ്യോബ് എന്നുള്ള വിഷയം. അപ്പൊ ഈ ദൂതന്മാരും ദൈവം എല്ലാം കൂടി ഇയ്യോബിനെ പറ്റി നല്ല സാക്ഷിച്ചു. ഒരാൾ പറഞ്ഞു ഇയ്യോബ് പരമഭക്തന, ഒരാൾ പറഞ്ഞു നിഷ്കളങ്കന, കേട്ടോ. ഒരാൾ പറഞ്ഞു ഇയ്യോബ് നല്ല നേരുള്ളവന, ഒരാൾ പറഞ്ഞു ദോഷം വിട്ടകലുന്നവന്. അപ്പം വേറൊരുത്തൻ പറഞ്ഞു ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, കേട്ടോ. അപ്പോൾ ഒരാൾ പറഞ്ഞു കാശുണ്ടെങ്കിലും പുള്ളിക്ക് അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല. അപ്പം വേറൊരാൾ പറഞ്ഞു അയ്യോ പുള്ളി നല്ല പരമഭക്തനാണ്, ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പിള്ളേരെയെല്ലാം വിളിച്ചു കൂട്ടുകയും ഹോമയാഗം കഴിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യനാണ്. അങ്ങനെ ഇയ്യോബിനെ പറ്റി നല്ല സാക്ഷ്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. നല്ല കാര്യം. ഇതെല്ലാം കേട്ടുകൊണ്ട് പിശാച് അവിടെ നിൽക്കുക. എൻ്റെ ചിന്തയാണ്, ഈ നല്ല സാക്ഷ്യങ്ങളെല്ലാം നിന്ന് ഒടുവിൽ പിശാച് എഴുന്നേറ്റു, സാത്താൻ. സഭകളിലും അങ്ങനല്ലേ? ഇപ്പം പിന്നെ സാക്ഷിയൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. പണ്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിനൊടുവിൽ ആ സാക്ഷിക്ക് എഴുന്നേക്കുന്നത്. അവനിങ്ങനെ പമ്മിയിരിക്കും, എല്ലാവരും പറയുന്നത് കേട്ടിങ്ങനെ ഇരിക്കും. നിങ്ങൾ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവനിങ്ങനെ എന്നിട്ട് വിരൽ ബൈബിളിനിടയൊക്കെ ഇട്ടും താങ്ങാനുള്ള വാക്യമാണ്. താളിനിടെ ഒന്ന് പാസ്റ്റർക്ക്, ഒന്ന് അടുത്തിരിക്കുന്ന കൂട്ടു സഹോദരനിട്ട്, ഒന്ന് ഈ വിരലെല്ലാം ഇങ്ങനെ ബൈബിളിൻ്റെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മുള ഡയറി ഞാൻ ഈ പാട്ട് ദിവസമാണോ ഇത്? അതിന് ബൈബിളിനകത്ത് അങ്ങനെ കൈ അങ്ങനെ ഇങ്ങനെ വെക്കുന്ന കാണാം വരല്ലേ? ഇതെല്ലാം ഓരോരുത്തർക്കിട്ട് താങ്ങാനാ. എന്നിട്ട് ഇവൻ ഇങ്ങനെ വെച്ച ചെല്ലാം നോക്കിയിരിക്കും. ഒടുവിലാണ് എഴുന്നേക്കുന്നത്. അന്നേരോ നമുക്ക് മനസ്സിലാകും ഞാനാന്ന് ഇവനെ എഴുന്നേൽപ്പിക്കല. ഇവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ പാട്ട് പാടും. എനിക്കറിയാം ഇവന് വ്യായാന്ന്. ഇവൻ ഈ സഭ കലക്കാൻ അവൻ കലക്കാൻ കച്ച കെട്ടി നടക്കുന്നവനാ. അത് പിന്നെ ബുദ്ധിയോടങ്ങ് ഇടപെടും. അപ്പം ഈ നല്ല സാക്ഷ്യമെല്ലാം കഴിഞ്ഞ് ഒടുവിൽ പിശാച് എഴുന്നേറ്റു. ഒടുവിൽ ഈ സാത്താൻ എഴുന്നേറ്റ് പറഞ്ഞ നിങ്ങളെല്ലാം പറയും ഇയ്യോബ് ഭക്തനാ, നിർമ്മലനാ, നിഷ്കളങ്കനാ, നേരുള്ളവനാ, അതൊക്കെ ശരി. പക്ഷേ പുള്ളി ഇങ്ങനെ പക്വതയോടെ ജീവിക്കുന്ന പക്വതയൊന്നും ഉണ്ടായിട്ടല്ല. ഇയാളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് പക്വതനായിട്ടൊന്നുമല്ല. ഇയാളിങ്ങനെ ഹോമയാഗം കഴിക്കുന്നത് പക്വതനായിട്ടൊന്നുമല്ല. അപ്പോൾ ചോദിച്ചു പിന്നെന്നാ? അയ്യോ അവൻ ഇഷ്ടം പോലെ സമ്പത്തുള്ളത് കൊണ്ടാണ്. 10,000-15,000 വരുന്ന മൃഗസമ്പത്തുണ്ട്, ഇഷ്ടം പോലെ സമ്പത്ത്. ഇവൻ സമ്പത്തുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ആരാധിച്ചു ഇരിക്കുന്നത്. കാശ് തീരുമ്പോൾ അറിയാം ഇവൻ്റെ ആത്മീയം. അങ്ങനെ ചിലർ പറയല്ലേ? അമ്മാമ്മ അവരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയ്ക്ക് വരും ചെന്ന് അവർക്ക് വീടും ചുറ്റുപാടുമല്ല. പിന്നെ അവർ ഒരു മാസത്തെ പലവ്യഞ്ജനം ഒന്നിച്ച് എടുത്തു വച്ചിരിക്കുക. ഫ്രിഡ്ജിനകത്താന്ന് മീനും ബീഫും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. തന്നെയല്ലേ പിള്ളേർ വെളിയിലുമുണ്ട്, കാശും ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അവരിങ്ങനെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും വരുന്നത്. നമുക്ക് ഇതൊന്നും
നിനക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് തരാത്തതാ. ഒന്നുമില്ലാഞ്ഞിട്ട് നിന്റെ അഹങ്കാരം, ഒരു കൂറയില്ലാഞ്ഞിട്ട് നീ നിലത്തും താഴെ നിൽക്കുന്നില്ല. എന്തേലും തന്നിരുന്നാലോ? സ്തോത്രം. എന്തേലും കിട്ടിയിരുന്നെങ്കിലോ? അപ്പൊ ഈ പിശാച് പറഞ്ഞു, അവനിങ്ങനെ പരമഭക്തനായിട്ട് ജീവിക്കുന്നത് ഭക്തി ഒന്നും ഉണ്ടായിട്ടല്ല, ഇഷ്ടംപോലെ സമ്പത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവനിങ്ങനെ പ്രാർത്ഥിച്ച് ഭക്തനായിട്ട് ജീവിക്കുന്നത്. അന്നേരം ദൈവം പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ പിശാച് ഇതാ ഈയോവനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ടങ്ങ് തരിക, പക്ഷേ അവന്റെ മേൽ മാത്രം. ആ വാക്യം ഒന്ന് വായിച്ചേ, 11-ാം വാക്യം വായിച്ചേ. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും. അപ്പൊ പിശാച് ദൈവത്തോട് പറയുക. 10-ാം വാക്യം മുതൽ ചേർത്ത് വായിച്ചേ. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടി. നീ അവനുള്ളതിനെല്ലാം വേലി കെട്ടി വെച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ സമ്പത്ത് കൊണ്ട്. അതുകൊണ്ട് അവനിങ്ങനെ പ്രാർത്ഥിച്ച് ഭക്തനായിട്ട് ഇങ്ങനെ ചമഞ്ഞ് നടക്കുന്നത്, അല്ലാതെ ഭക്തി ഒന്നും ഉണ്ടായിട്ട് അല്ല. 11-ാം വാക്യം. തൃക്കൈ നീട്ടി, അതുകൊണ്ട് നിന്റെ കൈ നീട്ടി അവനെ ഒന്ന് തൊട. അന്നേരം പറയാം വിവരം. അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ചു പറയും. ഇപ്പൊ സ്തോത്രം 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 ജീസസ് ജീസസ് എന്ന് പറയുന്ന ഇയാള് ഈ സമ്പത്തും എല്ലാം ഒന്ന് പോകുമ്പോൾ അയാൾ നിന്റെ മുഖത്ത് നോക്കി പിശാച് പറയുക. ഇപ്പൊ സ്തോത്രം പറയുന്ന പുള്ളി കാശെല്ലാം തീരുമ്പോ സ്തോത്രമൊന്നുമല്ല പുള്ളിയുടെ വായിന്ന് സ്തോത്രം. പിശാച് പറയുക, നിന്റെ തൃക്കൈ നീട്ടി അവനെ ഒന്ന് തൊട്ടെ. അന്നേരം അപ്പൊ ദൈവം എന്നാ പറഞ്ഞത്? 12-ാം വാക്യമായത് ദൈവം സാത്താനോട് ഇതാ അവനുള്ളതൊക്കെയും. അങ്ങനെയാണെങ്കിൽ പിശാച് ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക, അവന്റെ മേൽ മാത്രം എന്ന് പറഞ്ഞ മനസ്സിലാകുന്ന ഭാഷ ഞാൻ ഒന്നുകൂടെ പറയാം. സാത്താൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ദൈവം പറയുക, അങ്ങനെയാണെങ്കിൽ പിശാച് ചെയ്ത ഈയോവനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക, അവന്റെ സമ്പത്തും എല്ലാം കയ്യിലോട്ട് തരിക, പക്ഷെ അവന്റെ ദേഹത്ത് കൈവച്ചേക്കരുത്. അവന്റെ ദേഹത്ത്. ദൈവകുഞ്ഞുങ്ങളോട് പറയാം, ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്റെ ദേഹത്ത് കൈവെക്കുകയല്ല, ഒറ്റൊരുത്തൻ കൈവെക്കുകയല്ല. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ല. നീ അളവ് ആരേലും 2 പൊട്ടിയിൽ പൊട്ടിക്കുന്നുണ്ട് ഓർത്താണത് തമ്പുരാൻ. പിന്നെ 2 കിട്ടുമ്പോൾ ഓർത്തോണം ദൈവം അറിഞ്ഞോണ്ടാ. സ്തോത്രം. ദൈവം അറിയാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ല. കാരണം സകലത്തിൻ്റെ അധികാരി നമ്മുടെ കർത്താവാ. സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും നമ്മുടെ കർത്താവിനാ. അതുകൊണ്ട് കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ ഒരുത്തനും നമ്മെ തൊടുകയല്ല.